നമുക്ക് രണ്ട് ദൗത്യമുണ്ട്. ഒന്ന്, നാം അനുഭവിച്ചത്, നാം കണ്ടത്, നാം കേട്ടത്, ആ സത്യമായത് മറ്റുള്ളവരെ അറിയിക്കണം. ഹല്ലേലൂയ. ആ സുവിശേഷം മറ്റുള്ളവർക്ക് സാക്ഷിയായി പറയണം. അതിനുദാഹരണമാണ്, ഒരിക്കൽ ഒരു ഭൂതബാധിതൻ വിടുതൽ പ്രാപിച്ചു. അവൻ കല്ലറകളിൽ കിടന്നവനാണ്. യേശു ഗദരദേശത്ത് പോയപ്പോൾ കല്ലറകളിൽ നിന്ന് അവൻ ഓടി വന്നു യേശുവിൻ്റെ മുൻപിൽ വീണു. സമയത്തിന് മുൻപ് എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു കർത്താവ്, നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. ഞങ്ങൾ അനേകരാകുന്നു, ലെഗിയോൻ എന്ന് പറഞ്ഞു. അവനെ വിട്ടുപോകാൻ പറഞ്ഞു. അതവനെ അവിടെ കിടന്ന് ഇഴച്ച് നുരച്ച് അവൻ വിട്ടുപോയി. അവൻ എഴുന്നേറ്റു, അവൻ കുളിച്ചു, അവൻ വസ്ത്രം ധരിച്ചു, സുബോധമുള്ളവനായി. അവൻ പിന്നെ എവിടെ വന്നു? നേരെ യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്നു. യേശു ഗദരദേശത്തു നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവൻ പറയുന്നു, ഗുരു, ഞാനും കൂടെ വരുന്നു. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും. ഇതാണ് പറയുന്നത്, കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ആരോട് പ്രസ്താവിക്ക? നിന്റെ വീട്ടിലുള്ളവരുടെ അടുക്കൽ ചെന്ന് അവരോട് പ്രസ്താവിക്കാം. അപ്പൊ എന്താണ് കാര്യം? അപ്പൊ കർത്താവിനറിയാം, യേശു നിന്നെ തൊട്ട് വിടുവിച്ചാൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. പലപ്പോഴും അത്ഭുതം ചെയ്തിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ആരോടും മിണ്ടണ്ട. ആരോടൊക്കെ മിണ്ടണ്ട എന്ന് പറഞ്ഞോ അവരെല്ലാം ഘോഷിപ്പാനും പ്രസിദ്ധപ്പെടുത്തുവാനും തുടങ്ങിയെന്നാണ്. അങ്ങനെ ഘോഷിച്ച് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ആ നാട്ടിൽ യേശു പോകാൻ പറ്റില്ല. പോയാ 10,000 ജനങ്ങൾ കൂടി വരും. അപ്പൊ ഈ കൂടി വരാൻ കാരണം എന്താണ്? യേശുവിനെ കുറിച്ചുള്ള സാക്ഷി ദേശത്തിലായി.